കാവ്യാലാപനം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുന്ന കാവ്യങ്ങളുണ്ട്. അത് അങ്ങനെ ഒരാളാണ് മുരുകൻ കാട്ടാക്കട. അദ്ദേഹം എഴുതിയ കണ്ണട എന്ന കവിത അത് പ്രസിദ്ധീകരിച്ചിട്ട് 25 കൊല്ലം തികയുന്നു. വളരെ ജനകീയമാണ്. ഒരുപാട് ആൾക്കാർ വായിച്ചുള്ള കവിതയാണ് കണ്ണട. തിന്മയുടെ ഇരുട്ടകറ്റാൻ നന്മയുടെ കണ്ണട ധരിക്കാൻ പ്രേരിപ്പിക്കുന്ന കവിതയ്ക്ക് ഓരോ വർഷം പിന്നിടുമ്പോഴും പ്രസക്തി കൂടി വരുന്നു. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കവിത എന്നാൽ ജീവിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ചുറ്റിലും കണ്ട മനുഷ്യർ, സമൂഹത്തിൽ അരങ്ങേറുന്ന അനീതി, ചൂഷണം, അസമത്വം, ഇതെല്ലാം കവിതയ്ക്ക് പ്രമേയമായി. പറയാനുള്ളത് പറയാൻ കവിത കരുത്തു പകർന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലത്ത്, ഭാഷയ്ക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത കാലത്ത്, കവിതകൾ അസ്തമിച്ചു പോയ കാലത്ത്, മധുസൂദനൻ നായർക്ക് മുമ്പ് കടമ്മനിട്ടയൊക്കെ ഗംഭീരമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മലയാള സാഹിത്യ അല്ലെങ്കിൽ കവിതയുടെ ഒരു ഭാഗം ധാര മുറിഞ്ഞുപോയ സമയത്ത് വന്ന ഒരു കവിതയാണ് ഈ കണ്ണട എന്ന് പറയുന്നത്. കവിത ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനായി മാത്രമുള്ളതല്ല, സാധാരണക്കാരൻ്റേതു കൂടിയാണെന്ന ചിന്തയിൽ നിന്നാണ് കണ്ണട പിറന്നത്. അക്കാഡമിക്കായിട്ട് മലയാള ഭാഷ പഠിച്ചവരുടെ മാത്രമൊന്നും അല്ല മലയാളത്തിലെ കവിത, സാധാരണക്കാരനും കൂടെ ഉള്ളതാണ് മലയാളത്തിലെ കവിത എന്ന് കാണിച്ചു കൊടുത്ത എൻ്റെ മൂത്ത മകളാണ് കണ്ണട. ഇപ്പോൾ 25 വയസ്സായി മൂത്ത മകളായ എൻ്റെ കണ്ണടയ്ക്ക്. തീർച്ചയായിട്ടും അതിന് വർത്തമാനകാലത്തിൽ സാഹിത്യത്തിലെന്നല്ല, വർത്തമാനകാല ജീവിതത്തിലും അതിനൊരു ഭാഗമുണ്ട്. പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാ മദ്യക്കുപ്പികൾ കാണാം, പലിശ, പട്ടിണി, പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. കാഴ്ചകളിൽ, അനുഭവങ്ങളിൽ, നേർസാക്ഷ്യങ്ങളിൽ മനസ്സുമടുക്കുമ്പോൾ ഏതൊരാളിലും ഉടലെടുക്കുന്ന ചിന്തയാണ് കവിതയായി മാറിയത്. മങ്ങിയ കാഴ്ചകൾ കണ്ട് മടുത്തേ പോയവർ, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം. കാടുകരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലിത്തറ സമത്വസുന്ദരമായൊരു കാലത്തേക്കുള്ള തിരിച്ചുപോക്കാണ്. കാടുകരിച്ച് മറിഞ്ഞൊഴുകുന്നൊരു മാവേലിത്തറ. മാവേലിത്തറ എന്ന് പറഞ്ഞാൽ സമത്വത്തിന്റെ ഒരു തറയാണ്. മാവേലിത്തറ എന്ന വാക്കൊരു പുതിയ വാക്കാണ്. അതായത് മഹാബലിയുടെ ഒരു കാലം എന്നൊരു സങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും ഒരുപോലെ ജീവിക്കുന്നൊരു കാലം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ശാസ്ത്രീയ പദ്ധതികളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മാവേലിത്തറ കാണും വരെ കൊത്തി ഉടയ്ക്കുക എന്ന ഒരു കൺസെപ്റ്റാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ എന്തായാലും മലയാള ഭാഷയ്ക്കും അതൊരു പ്രധാന കാര്യമാണ്. ക്യാമ്പസുകളിലും പാതയോരങ്ങളിലും കണ്ണട മുഴങ്ങിക്കേട്ടു. കലോത്സവ വേദികളിൽ മത്സരാർത്ഥികളുടെ ഇഷ്ടകവിതയായിരുന്നു കണ്ണട. 100 കണക്കിന് മക്കൾ, അതുവരെ പദ്യപാരായണ മത്സരത്തിൽ ഒരു 25 മക്കൾ പങ്കെടുക്കുമെങ്കിൽ ഈ കണ്ണട വന്നതിന് ശേഷം ഒരു 200 മക്കൾ പങ്കെടുക്കുന്ന അവസ്ഥയിലേക്ക്. കാരണം ആർക്കും മലയാളത്തിലെ കവിത ഉപയോഗിക്കാം എന്നൊരു തോന്നലുണ്ടായി. 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കവിതയുടെ പ്രസക്തി കുറയുന്നില്ല. ചുറ്റുപാടുകളോട് കലഹിക്കുമ്പോൾ, അനീതികളോട് എതിർത്തു നിൽക്കുമ്പോൾ, ചൂഷണത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ ആ വരികൾ ഉച്ചത്തിൽ മുഴങ്ങുന്നു. മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.